So guys, finally സാധനം ഞാൻ പോലും കാണുന്നില്ല കേട്ടോ. അപ്പൊ കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്യുക. അടിപൊളി ജനുവലി ഇത് ഓടിക്കാൻ പഠിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അവർക്ക് ഓടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഒരു കിട്ടില്ല സാധനമാണ് അൺബോക്സിങ് കിട്ടിയിട്ടില്ല. കുറച്ച് അൺബോക്സ് വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ബോക്സ് ആണ്. ഈ ഒരു ബോക്സിന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൾഫിൽ നിന്നൊക്കെ കാർ ഡെലിവറി ചെയ്യുന്ന പോലത്തെ ഒരു ബോക്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിങ്ങൾ ടൈറ്റിലെ കമ്പനിയിൽ കണ്ടുപോലെ ഒരു ഡ്രിഫ്റ്റഡ് RC കാറാണ് നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ കുറച്ച് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പോർഷയാണ്. 4-wheel ഡ്രൈവ് വിത്ത് ഡ്രിഫ്റ്റ് 20 km/h സ്പീഡിൽ പോകാൻ പറ്റുന്ന കാറാണ്. സിമ്പിൾ കാറിന് വെറുതെ കാറല്ല, 20 km/h നമ്മുടെ ഈ വണ്ടി പോകാൻ പോകുന്നത്. സോ എന്തായാലും ഫസ്റ്റ് തന്നെ നിങ്ങളെല്ലാം ലൈക്ക് അടിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാറിൻ്റെ പേരെന്താന്ന് കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി കുറേ കാത്തിരുന്നൊരു കിടില സാധനം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കത് നൈസായിട്ട് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി പൊളിച്ച് വെച്ചിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആണ് ആക്ച്വലി. നമുക്ക് പെണ്ണില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതറിഞ്ഞിട്ട് എനിക്ക് ഒരു സംഭവം അയച്ചു തന്നെയാണ്. ലെജൻഡ് ഓഫ് ടോയ്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വാലന്റൈൻ സ്പെഷ്യലായിട്ട് കാർഡൊക്കെ വെച്ചിട്ട് ആരും ഗിഫ്റ്റ് തന്നെ തന്നെയല്ല, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചതാണ്. പിന്നെ ആസ് എ വണ്ടിപ്രാണെന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടില്ല സാധനം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലക്ഷറി കാറൊക്കെ ഡെലിവറി വരുന്ന ഒരു ട്രക്കിലാണ് വന്നിട്ടുള്ളത്. സോ ഇത് പൊളിക്കാൻ തന്നെ കട്ട് എക്സൈറ്റഡ് ആണ്. ഇവിടെ നിന്ന് ഇത് തോളാം. നമുക്ക് എന്തായാലും കാർ അൺബോക്സ് ചെയ്യുന്ന പോലെ കറക്റ്റ് പൊളിച്ചെടുത്തിട്ട് ബാക്കി അപ്പോൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ. സംഭവം വേറെ നല്ല ഒരു കിട്ടില്ല സാധനമാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു കാറാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഏത് കാറാണെന്ന് അറിയുന്നതാണ് ഗസ് ചെയ്യാം. ഉദാഹരണം ഒന്നിക്കൽ ഒരു ഡോഡ്ജ് ആവാം, അല്ലെങ്കിൽ ഒരു പോർഷെ ആവാം, അല്ലെങ്കിൽ ഒരു BMW ആവാം, എന്തും ആവാം. ഏതാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇതിലെന്തായാലും ഒരു ഡ്രിഫ്റ്റ് സ്പോർട്സ് RC കാറാണ് സാധനം. എന്തായാലും അപ്പോൾ ആക്ച്വലി നമുക്ക് അടിച്ചു നോക്കാം. നമുക്ക് ലെജൻഡ് ഓഫ് ടോയ്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് സാധനം കിട്ടിയേക്കുന്നത്. ഇതിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. So guys, finally സാധനം ഞാൻ പോലും കാണുന്നില്ല കേട്ടോ. കത്തെടുക്കും. So guys, finally നമ്മുടെ ഐറ്റ് താണ്ടെ പുറത്ത് വരുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു പോർഷയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് ആകെ പോസ്റ്റ് അടിക്കുകയും ആകെ പേരാന്ത് പിടിച്ച് നമ്മുടെ കാർ ക്രൈസ് പണ്ടത്തെ ഓണർന്ന് വന്ന് ഡ്രിഫ്റ്റ് RC കാറാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് അടിയിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ മറ്റേ ഗണ്ണ് പോലത്തെ നമ്മുടെ റിമോട്ടാണ്. ആക്ച്വലി ഇത് ഇങ്ങനെയൊക്കെയാണ് അൺബോക്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പോർഷയെ കുട്ടനെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പോർഷെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓ മൈ ഗൈസ്, പോർഷെ സംഭവം നിങ്ങൾ കാണുന്ന ചില്ലറ കാറൊന്നുമല്ല, റീചാർജബിൾ ആണ്. ഇതാ നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാം. 4-wheel ഡ്രൈവ് ഉണ്ട്. ഫുൾ പട്ടായ ഡ്രിഫ്റ്റ് ആണ്. ദെൻ ഇനി നമ്മുടെ ഇതിവിടെ എന്തോ ലോക്കിലാണ് ആക്ച്വലി റിമോട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ട്. ആൻഡ് എന്തായാലും നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ വരെ നമ്മുടെ കാറ് കണ്ട് ഞെട്ടി എൻ്റെ പൊന്നെ ഇജ്ജത് കിടില സാധനം. അയ്യോ ഗൈസ്, അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി ചവിട്ടി ഞാൻ കൂട്ടും കേട്ടാ. അപ്പം ഇത് തുറക്കേണ്ട സ്ക്രൂ ഡ്രൈവർ അടക്കം ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. ബാറ്ററി കുറച്ച് സാധനമാണ്. അതുപോലെ എക്സ്ട്രാ നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റ് ടയേഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഫണ്ണിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ലൈസൻസ് നമ്മുടെ വണ്ടി നമുക്ക് ഇന്ത്യയിൽ ഓടിക്കേണ്ട ലൈസൻസ് അടക്കം, നമ്മുടെ പോർഷെ ഓടിക്കേണ്ട ലൈസൻസ് അടക്കമാണ് നമുക്ക് ഇവർ തന്നേക്കുന്നത് കേട്ടോ. അടിപൊളി ക്യൂട്ടസ്റ്റ് സാധനം. 2000 സംതിങ് രൂപയ്ക്ക് എല്ലാം ഉണ്ട് ഇതിൽ. കാറിലോട്ട് ബാറ്ററി ഇടാം. ആദ്യം നമുക്ക് നമ്മുടെ കാറ് ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഒരു പിന്നുണ്ട്. ദെൻ നമുക്ക് ബാറ്ററി ഇതിലുണ്ട്.
യെസ് ഗായ്സ്, ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ കുട്ടപ്പൻ ഓൺ ആയിട്ടുണ്ട്. ശരി, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും ഇടാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ ഇട്ട് വെക്കണം, ഇട്ട് വെച്ചില്ല ഇട്ട് വെക്കണം. റിമോട്ടിലോട്ടാണ് ഇടേണ്ടത്. റിമോട്ടിൽ 2 ബാറ്ററി ഇടുക. ദെൻ അങ്ങോട്ട് അടച്ച് വെക്കുക. നമുക്കൊരു സ്ക്രൂവും കൂടെ ഇട്ട് വെച്ചേക്കാം. ഇതാണ് കളി. അപ്പോൾ റിമോട്ടിൻ്റെ പവർ ബട്ടൺ ഞെക്കി റിമോട്ട് ഓണായി. വർക്കിംഗ് ആണ്. നമുക്ക് പക്ക കൺട്രോളറാണ്. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് ലിങ്ക് കമൻറ്റ് ചെയ്ത് നിങ്ങൾ DM വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഇടയ്ക്ക് ഒരു റീചാർജ് ചെയ്യേണ്ട സാധനവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്തു. ഡ്രിഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ എങ്ങനെയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓടിക്കാൻ പഠിക്കാൻ നല്ല പാടുണ്ട്. ഇത് ബാക്കോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. ഇതിന് മുമ്പോട്ടായി കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. ഇത് ഞെക്കുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് ആവും. സോ ജസ്റ്റ് ഞാൻ കാണിച്ചാൽ മതി. വണ്ടി ഫോക്കസ് ചെയ്യണം. അന്യായ ഡ്രിഫ്റ്റിങ് കേട്ടോ. ഇനി വെറും വീഡിയോ ഇട്ടിട്ട് വൈഡ് ആംഗിൾ തോന്നുന്നു. ഇങ്ങനെയൊന്നും കൊണ്ടുപോകില്ല. ശരിയായ കാണുന്നുണ്ട്. ഇത് ഓടിക്കാൻ നല്ല പാടുന്നത് നമുക്ക് കയ്യിൽ ഇതിങ്ങനെ സെറ്റാവുന്ന കാര്യങ്ങൾ സെറ്റ് ആവാൻ ടൈം വരും. ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മളോട് ടാഗ് വെച്ചേക്കാം. ഉറപ്പായിട്ടും പോവാം, പർച്ചേസ് ചെയ്ത് നോക്കാം. സംഭവം വിഷയമാണ്. നിങ്ങൾ കാണുന്ന പോലെ 20 km/h ഈ സ്പീഡിൽ ഇത് ഓടുക. 20 km/h റിയലി. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് നേരെ പോവാം. സ്പീഡിൽ വന്നൊരു കിടിലൻ ഡ്രിഫ്റ്റ് നേരെ സ്പീഡിൽ വരിക. ഇനി അതിൻ്റെ ടയർ മാറ്റി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത് റോഡ് ടയറാണ്. ഡ്രിഫ്റ്റ് ടയർ മറ്റേതാണെന്ന് തോന്നുന്നു, അറിയില്ല. ടയർ മാറ്റുന്നതനുസരിച്ച് ഇത് പെർഫോമൻസ് മാറും. അവിടെ എന്തൊരു പേടിയില്ലാത്ത അപ്പോൾ കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്യുക. അടിപൊളി ജനുവലി ഇത് ഓടിക്കാൻ പഠിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അവർക്ക് ഓടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. പൊളി. ഇത് പക്ഷേ കൺട്രോൾ നമ്മളിങ്ങനെ ആക്കുന്ന ഒരു ലോക്കൽ കാറല്ല, ഇത് ഒറിജിനൽ RC ആണ്. അപ്പോൾ ഡ്രിഫ്റ്റഡ് കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഓടിച്ച് അതിൻ്റെ ആ ഒരു ഡ്രിഫ്റ്റ് വളയുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിൽ സെറ്റായാലേ നമുക്കിത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഉടനെ ഇതിൽ കൂടുതൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതാണ് ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. ടയർ മാറ്റിയിട്ട് നമ്മൾ വേണമെന്ന് കാണിച്ചു തരാം അവസാനം.
അങ്ങനെ രാത്രിയാകുമ്പോൾ നമ്മുടെ കാറിന്റെ ഫുൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വലിയ കാറായ ബ്ലൂബി ആക്ച്വലി കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കയറി നോക്കി കാണാൻ ബ്ലൂബി കുറച്ച് പണിയായി തിരിച്ച് ബ്ലൂബി ഇറക്കേണ്ട കുറച്ച് പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നു. ബ്ലൂബിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നാളെ ഫുൾ വാട്ടർ വാഷ് കൊടുത്ത് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. സോ പലരും ചോദിക്കുന്നത് എന്താ കളിപ്പാട്ടാണെന്ന്, പക്ഷെ എല്ലാത്തവർക്കും അറിയാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കളിപ്പാട്ടം, ഇറ്റ്സ് എ RC കാർ. ഓക്കെ, റേസിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. 20 കിലോമീറ്റർ സ്പീഡ് ആലോചിക്കുക. 20 കിലോമീറ്റർ നമ്മൾ സ്കൂട്ടിയിൽ നോക്കുക, 20 കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ ഈ കാർ ഓടും. 4 വീൽ ഡ്രൈവ്, 4 വീലും കറങ്ങും. ഡ്രിഫ്റ്റ്, ട്രാക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓടിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ബ്ലൂബിന്റെ കാര്യങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ബ്ലൂബിന്റെ അപ്ഡേറ്റ് എന്തായാലും ചോദിക്കുന്നുണ്ട്. സോ വണ്ടി ദൈവാനുഗ്രഹത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പരിപാടികൾ ചെയ്ത് കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടി വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ച വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ സോ ഗൈസ് എല്ലാവരും ഈ വീഡിയോ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ക്വൈറ്റി നടിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇതുപോലത്തെ കാറിന്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റേസിംഗുകാർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഒന്ന് ഫോളോ ചെയ്യുക. സോ ഒരു ഫോളോ കൗണ്ട് എത്തിക്കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ടോയ് 13,000 രൂപ വിലയുള്ള വണ്ടിയാണ്. എന്തായാലും ഒരാൾക്ക് ഗിവ് അവേ നമ്മൾ കൊടുക്കും നമ്മുടെ ഫോളോവർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉള്ളവർക്ക്. ഉറപ്പായിട്ട് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. സോ നാളെ രാവിലെ വീട്ടിലെത്തിയിട്ട് ബാക്കി നമ്മുടെ കാറിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നൈസായിട്ട് ജസ്റ്റ് നോർമൽ കാറിൽ നല്ല ഓവർ പവർ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല രീതിക്ക് ഓടിച്ച് കളിയാം. മര്യാദ ഓടിച്ചില്ലെങ്കിൽ വീട്ടിലിടിച്ച് പൊട്ടിപ്പോകും. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് വണ്ടി RC കാർ എടുക്കണമെന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓളാക്കി വെക്കുക. കാര്യം എന്താ വെച്ചാൽ ഇനി നമ്മുടെ ബ്ലൂബിന്റെ വർക്കാണ് ബാക്കി പരിപാടി. ബ്ലൂബീന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലൂബീന്റെ വീഡിയോന് വരുന്നുണ്ട്. നമ്മുടെ ടോയ് കാറും ബ്ലൂബി കാറും ഒരുപാട് പരിപാടികളുണ്ട്. വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ എല്ലാവരും ഓളാക്കാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ചാടി കയറുക. കാരണം വെച്ചാൽ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത കുറച്ചധികം പ്രോബ്ലംസ് ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ റീച്ച് ഇഷ്യൂ ഉണ്ട്. സോ പറ്റുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല. പറ്റുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി നമ്മൾ ബ്ലൂബി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.